നേരെ പാലക്കാട്ടേക്ക് പോകാം. CPM പാലക്കാട് ഏരിയ കമ്മിറ്റി യോഗത്തിലും പിണറായി വിജയനും MV ഗോവിന്ദനും രൂക്ഷ വിമർശനം. കടക്കുപുറത്ത് ഡാഷ്മോനെ തുടങ്ങിയ പിണറായിയുടെ പരാമർശങ്ങൾ തിരിച്ചടിയായി എന്നാണ് ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനം ഉയർന്നത്. സംസ്ഥാന സെക്രട്ടറി പറയുന്ന കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ലെന്നും ഏരിയ കമ്മിറ്റി അംഗങ്ങൾ ചൂണ്ടിക്കാട്ടി. അരുൺ ആലത്തൂരാണ് പാലക്കാട് നിന്നും ചേരുന്നത്. അരുണ്, പാർട്ടി ദയനീയമായി പരാജയപ്പെട്ട് കഴിയുമ്പോൾ ഈ വസ്തുതയൊക്കെ വിളിച്ചു പറഞ്ഞിട്ട് എന്ത് കാര്യമാണ്? പിണറായിയുടെ ശൈലി മോശം ശൈലിയാണ്. പിണറായി ആളുകളോട് ബിഹേവ് ചെയ്യുന്നത് വളരെ മോശമായിട്ടാണെന്നത് 10 വർഷം ഈ നാട്ടിലെ ജനങ്ങൾ തിരിച്ചറിഞ്ഞതാണ്. ഇപ്പോഴാണോ സഖാക്കൾ ഇതൊക്കെ തിരിച്ചറിയുന്നത്? ഗൗതം, തീർച്ചയായിട്ടും കനത്ത തോൽവി ഉണ്ടായപ്പോഴാണ് സഖാക്കൾക്ക് വീണ്ടും വിചാരമുണ്ടായത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കാരണം CPM-ന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടേറിയറ്റ് അതുപോലെ തന്നെ ജില്ലാ കമ്മിറ്റി യോഗങ്ങളിലാണെങ്കിലും ഇപ്പോൾ ഇതാ ഏരിയ കമ്മിറ്റി യോഗത്തിലാണെങ്കിലും ഒക്കെ പിണറായി വിജയൻ്റെയും അതുപോലെ ഗോവിന്ദൻ്റെ MV ഗോവിന്ദൻ്റെയും ഭാഷയും ശരീരഭാഷയൊക്കെ തോൽവിക്ക് വഴിവെച്ചു എന്നുള്ളൊരു വിലയിരുത്തലാണ് അവർക്കിടയിൽ ഉണ്ടായിരിക്കുന്നത് എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പിണറായി വിജയൻ്റെ ഭാഗത്ത് നിന്ന് ഈ കടക്ക് പുറത്ത് അതുപോലെ ഡാഷ് മോനെ തുടങ്ങിയ പരാമർശങ്ങൾ അല്ലെങ്കിൽ അത്തരം വാക്കുകളൊക്കെ തെരഞ്ഞെടുപ്പിൽ തിരിച്ചടി ഉണ്ടായി എന്നുള്ളതാണ് ഏരിയ കമ്മിറ്റി യോഗത്തിൽ പറയുന്നത്. അതുപോലെ തന്നെ സംസ്ഥാന സെക്രട്ടറി പറയുന്ന കാര്യങ്ങളിലൊന്നും വ്യക്തതയില്ല എന്നും ഏരിയ കമ്മിറ്റി അംഗങ്ങളുടെ വിമർശനം ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ വെള്ളാപ്പള്ളി നടേശൻ്റെ പ്രസ്താവനകളെ തള്ളിപ്പറയാൻ പിണറായി വിജയൻ തയ്യാറായില്ല. ഇത് ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണത്തിന് വഴിവെച്ചു. പാലക്കാട് മണ്ഡലത്തിൽ ഉൾപ്പെടെ പാർട്ടിക്ക് വോട്ടുകൾ കുറയാനുണ്ടായ കാരണമെന്ന് പറയുന്നത് അത് ന്യൂനപക്ഷ ഏകീകരണമാണ്, ന്യൂനപക്ഷ വോട്ടുകളുടെ ഏകീകരണമാണ് എന്ന് അവർ തുറന്നു തന്നെ സമ്മതിക്കുന്നു എന്നുള്ളതാണ്. അതുപോലെ തന്നെ തൃത്താലയിൽ തോൽവി മണ്ഡലത്തിലെ പാർട്ടി പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കാത്തതിൻ്റെ ഭാഗമാണെന്നും ഏരിയ കമ്മിറ്റി യോഗത്തിൽ വിമർശനമുണ്ടായിട്ടുണ്ട്. പ്രശ്നങ്ങൾ കണ്ടറിഞ്ഞ് പരിഹരിച്ചില്ലെങ്കിൽ പാർട്ടിക്ക് നിലനിൽപ്പില്ലെന്നും CPM-ന്റെ ഏരിയ കമ്മിറ്റി യോഗത്തിൽ പറയുകയുണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ പലയിടത്തും വിഭാഗീയത വലിയ രീതിയിൽ കൊഴുത്തു. ജില്ലാ സെക്രട്ടറിയുടെ ഉൾപ്പെടെ നിലപാടുകൾ അതും വലിയ രീതിയിൽ പാർട്ടിക്ക് തിരിച്ചടിയായിട്ടുണ്ട് എന്നുള്ളതാണ് ഇവർ പറയുന്നത്. PK ശശിയുടെ ഈ പ്രഭാവം ചില മണ്ഡലങ്ങളിലൊക്കെ അത് LDF-ന് തിരിച്ചടിയായിട്ടുണ്ട്. അവർ കോങ്ങാട് ഉൾപ്പെടെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. കോങ്ങാട് ഉൾപ്പെടെ തിരിച്ചടിയായിട്ടുണ്ട് PK ശശിയുടെ പ്രഭാവം എന്നുള്ളതാണ്, അല്ലെങ്കിൽ PK ശശി പാർട്ടി വിട്ടത് എന്നുള്ളതാണ്. അതുപോലെ തന്നെ വിമതരുടെ കൂട്ടായ്മ ഉൾപ്പെടെ ഉണ്ടായി. ആ വിമതരുടെ കൂട്ടായ്മ ഉണ്ടായപ്പോൾ അതിലേക്കൊക്കെ വഴിവെച്ചത് ജില്ലാ സെക്രട്ടറിയുടെ ഉൾപ്പെടെ ഏകാധിപത്യ നിലപാടുകളാണ് എന്നുൾപ്പെടെയുള്ള വിമർശനങ്ങളും ഈ ഏരിയ കമ്മിറ്റി യോഗത്തിനകത്ത് ഉണ്ടായിട്ടുണ്ട് എന്നുള്ളതാണ്. ഏതായാലും പ്രധാനമായിട്ടും സംസ്ഥാന നേതാക്കൾക്കെതിരെ തുടങ്ങി ജില്ലാ സെക്രട്ടറിക്കെതിരെ ഉൾപ്പെടെയുള്ള വിമർശനം തന്നെയാണ് ഏരിയ കമ്മിറ്റി യോഗത്തിൽ ഉണ്ടായിട്ടുള്ളത്. അതിൽ തന്നെ പിണറായി വിജയൻ്റെ ഭാഷയും അതുപോലെ തന്നെ MV ഗോവിന്ദൻ്റെ ശരീരഭാഷയും തെറ്റാണെന്നുള്ള വിമർശനമാണ് പ്രധാനമായിട്ട് ഇവർ പറയുന്നത്. ഓക്കെ അരുൺ, എന്തായാലും പാലക്കാട് CPM-ന്റെ ഏരിയ കമ്മിറ്റി യോഗത്തിനകത്താണ് പിണറായിക്കും MV ഗോവിന്ദനും രൂക്ഷമായ വിമർശനം. പിണറായിയുടെ ഡാഷ് മോനെ കടക്ക് പുറത്ത് എന്നൊക്കെയുള്ള ശൈലി ആളുകളെ വെറുപ്പിച്ചു എന്ന് സഖാക്കൾ ഇപ്പോൾ തിരിച്ചറിയുകയാണ്. MV ഗോവിന്ദൻ എന്താണ് പറയുന്നതെന്ന് ആർക്കും മനസ്സിലാകുന്നില്ലെന്നും ഏരിയ കമ്മിറ്റിയിൽ രൂക്ഷമായ വിമർശനമുണ്ടായി. ഇത് പാലക്കാട് ഏരിയ കമ്മിറ്റിയിൽ മാത്രമല്ല, സംസ്ഥാനത്തൊട്ടാകെ CPM-ന്റെ ജില്ലാ കമ്മിറ്റികളിലും അതോടൊപ്പം തന്നെ ഏരിയ കമ്മിറ്റി യോഗങ്ങളിലും എല്ലാം ഇപ്പോൾ പിണറായി വിജയനെയും MV ഗോവിന്ദനെയും എടുത്തിട്ട് കൊടയുകയാണ് സഖാക്കന്മാർ. അരുൺ ആലത്തൂരാണ് വിശദാംശങ്ങളുമായി ചേർന്നത്.